വിൽപ്പനയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടിവ് നേരിട്ട് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ടെസ്ല. ഈ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ടെസ്ലയുടെ വിൽപ്പന 13% ഇടിഞ്ഞത്. 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി 3,36,681 യൂണിറ്റുകളുടെ വിൽപ്പനയാണ് നടന്നതെന്ന് ടെസ്ല അറിയിച്ചു. 2024 ആദ്യ 3 മാസങ്ങളിലെ വിൽപ്പനയെ അപേക്ഷിച്ച് 50,000 വാഹനങ്ങളുടെ കുറവാണ് ഉണ്ടായത്. ഏകദേശം 3 വർഷത്തിനിടെ കമ്പനിയുടെ ഏറ്റവും മോശം വിൽപ്പനയാണിത്. ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെതിരായ പ്രതിഷേധവും വിപണിയിൽ വർദ്ധിച്ചുവരുന്ന മത്സരവും വിൽപ്പനയിലെ ഇടിവിന് കാരണമായി. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വിൽപ്പനക്കാരായ ടെസ്ലയെ BYD വീണ്ടും മറികടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 2025 ആദ്യ പാദത്തിൽ 4,16,000-ലധികം ഇലക്ട്രിക് പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പനയാണ് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ BYD നേടിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 39% വർധനവാണിത്. BYDയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊതുവെ ടെസ്ലയേക്കാൾ വില കുറവാണെന്നതും ഒരു കാരണമാണ്. 5 മിനിറ്റ് പ്ലഗ് ഇൻ ചെയ്താൽ തങ്ങളുടെ പുതിയ ഇലക്ട്രിക് വാഹനത്തിന് 250 മൈൽ റേഞ്ച് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി വിവിധ പാദങ്ങളിൽ ടെസ്ലയേക്കാൾ BYD മുന്നിലാണ്. വിദേശ രാജ്യങ്ങളിൽ മത്സരമുണ്ടെങ്കിലും BYDക്കും മറ്റു ചൈനീസ് EV നിർമ്മാതാക്കൾക്കും US വിപണിയിൽ ചുവടുറപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല.